കടലിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള ഭാഗങ്ങളിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അനുഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് മനുഷ്യരുടെ അസ്ഥികളെ പോലും തകർക്കാൻ ശേഷിയുള്ളതാണ്. ഇത് വെറുമൊരു ഭാരമല്ല, നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളെ തന്മാത്രാ തലത്തിൽ തകർക്കുന്നൊരു പ്രതിഭാസമാണ്. സാധാരണ ജീവികളുടെ പ്രോട്ടീനുകൾ ഈ മർദ്ദത്തിന് ഡീനേച്ചർ ചെയ്യപ്പെടും. എന്നാൽ ആഴക്കടൽ ജീവികൾക്ക് ഒരു കെമിക്കൽ ഷീൽഡ് ഉണ്ട്. അതിൻ്റെ പേരാണ് ട്രൈമെത്തലാമൈൻ എൻ ഓക്സൈഡ്, ചുരുക്കത്തിൽ TMAO. ഇതൊരു പിയസോലൈറ്റ് ആണ്. മർദ്ദം എത്ര കൂടിയാലും പ്രോട്ടീനുകളെ അവയുടെ ശരിയായ 3D സ്ട്രക്ചറിൽ ഉറപ്പിച്ചു നിർത്താൻ ഈ TMAO തന്മാത്രകൾക്ക് കഴിയും. ഇതൊരു തരം മോളിക്കുലർ ആർമറായി പ്രവർത്തിച്ച് കോശങ്ങളെ തകരുന്നത് തടയുന്നു. ഒരു ലളിതമായ നിയമമുണ്ട്. ആഴം കൂടുന്തോറും ഈ ജീവികളുടെ ശരീരത്തിലെ TMAO കോൺസെൻട്രേഷൻ കൂടിയിരിക്കും. ഈ കവചം ഇല്ലായിരുന്നുവെങ്കിൽ സമുദ്രത്തിൻ്റെ പകുതിയിലേറെ ഭാഗവും ഒരു ഡെഡ് സോണായി മാറുമായിരുന്നു. എന്നാൽ ഇതിനൊരു ലിമിറ്റുണ്ട്. ഏകദേശം 8200 മീറ്ററിന് താഴെ ഈ സംരക്ഷണവും പരാജയപ്പെടും. അതുകൊണ്ടാണ് ഏറ്റവും ആഴമേറിയ ട്രെഞ്ചുകളിൽ നട്ടലുള്ള വെർട്ടിബ്രേറ്റ്സിനെ കാണാൻ കഴിയാത്തത്.